നമസ്കാരം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട് സിപിഐ മുഖപത്രമായ ജനയുഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി എഴുതിയ ലേഖനം LDFന്റെ അടിത്തറ തന്നെ ഇളക്കിയിരിക്കുകയാണ്. താൻ തീരുമാനിക്കും എല്ലാം താനാണെന്ന ഭാവം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് യോജിച്ചതല്ലെന്നും പിണറായി വിജയൻ നടത്തിയത് മുന്നണി മര്യാദകളുടെയും ധാർമ്മികതകളുടെയും പരസ്യമായ ലംഘനമാണെന്നും CPI തുറന്നടിച്ചതിന് തൊട്ടു പിന്നാലെ പിണറായിയുടെ രക്ഷകനായി മുൻ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. മുന്നണിയെ ശക്തിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത പാർട്ടിയാണ് CPI എന്നും അവർ രാഷ്ട്രീയ മര്യാദ ലംഘിച്ചുവെന്നും ആരോപിച്ച ശിവൻകുട്ടി സത്യൻ മൊകേരിയുടെ ലേഖനം നിർഭാഗ്യകരമാണെന്ന് തട്ടിവിട്ടു. പിണറായി വിജയൻ സ്വീകരിച്ച നടപടി തികച്ചും ജനാധിപത്യപരമാണെന്നും മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ജനയുഗത്തിലൂടെ വിളിച്ചു പറയുന്നത് ശരിയല്ലെന്നും ശിവൻകുട്ടി തുറന്നടിച്ചു. എന്നാൽ ശിവൻകുട്ടി സഖാവിന്റെ ഈ ജനാധിപത്യ പ്രസംഗവും മുന്നണി മര്യാദയെക്കുറിച്ചുള്ള ക്ലാസുകളും കേട്ട് പൊതുസമൂഹവും രാഷ്ട്രീയ നിരീക്ഷകരും ചിരിച്ചു മണ്ണ് കപ്പുകയാണ് ചെയ്യുന്നത്. മുന്നണി രാഷ്ട്രീയത്തിന്റെ മര്യാദകളെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും ഉപദേശിക്കുന്ന ശിവൻകുട്ടി കഴിഞ്ഞ 5 കൊല്ലം ഭരണം കയ്യിലിരുന്നപ്പോൾ ഈ തത്വങ്ങളൊക്കെ എവിടെയായിരുന്നുവെന്ന് സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും. സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ ഘടകകക്ഷികളെയും ജനങ്ങളെയും പുല്ലുവില കൽപ്പിച്ച് അടിച്ചമർത്തുകയും എതിരഭിപ്രായം പറയുന്നവരെ പരസ്യമായി അപമാനിക്കുകയും ചെയ്ത ചരിത്രമാണ് CPMനും ശിവൻകുട്ടിക്കുമുള്ളത്. അന്നൊന്നും തോന്നാത്ത മുന്നണി മര്യാദയാണ് ഇപ്പോൾ പത്രസമ്മേളനം വിളിച്ച് CPIയെ പഠിപ്പിക്കാൻ ശിവൻകുട്ടി ശ്രമിക്കുന്നത്. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിലായാലും പ്രതിപക്ഷ ഉപനേതാവ് പദവിയുടെ കാര്യത്തിലായാലും CPI സ്വന്തം നിലപാട് തുറന്നു പറഞ്ഞത് മുന്നണിയുടെ ഭാവിയെ കരുതിയാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ CPM മുതിരുന്നില്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്നും CPM ആണ് കൈകാര്യം ചെയ്യുന്നതെന്നും അത് മാറേണ്ട ഒരു സാഹചര്യവുമില്ലെന്നും ശിവൻകുട്ടി പറയുമ്പോൾ തോൽവിയിൽ നിന്നും പാഠം പഠിക്കാൻ പാർട്ടി തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് പുറത്തു വരുന്നത്. കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാതെ അഹങ്കാരവും ജനാധിപത്യ ശൈലിയും മുൻനിർത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോയതിന്റെ പരിണിത ഫലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേരിട്ട നാണംകെട്ട പരാജയം. ഇനിയുള്ള കാലമെങ്കിലും തിരുത്തലിന്റെ കാലമായി കണ്ടില്ലെങ്കിൽ CPMന് വരാനിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ തിരിച്ചടികളായിരിക്കും. താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന മട്ടിൽ പിണറായി വിജയനും കൂട്ടരും ഇപ്പോഴും മുൻപോട്ട് പോയാൽ കയ്യിലുള്ള ബാക്കി സീറ്റുകൾ കൂടി പോയി പാർട്ടി പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന അവസ്ഥ വരും. കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളെ അടിമകളെ പോലെ കാണുന്ന ഈ ഏകാധിപത്യ പ്രവണത അവസാനിപ്പിച്ച് മാന്യമായ തിരുത്തലുകൾ വരുത്തിയില്ലെങ്കിൽ ജനങ്ങൾ CPMന് നൽകുന്ന അടുത്ത പ്രഹരം ഇതിലും കടുത്തതായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.